ട്രെയിനുകൾ വൈകി ഓടുന്നത് നമുക്ക് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഇനി അതിൻ്റെ പേരിൽ വിശന്നിരിക്കേണ്ടി വരില്ലെന്നാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചില ട്രെയിനുകൾ 2 മണിക്കൂറിലധികം താമസിച്ചാൽ യാത്രക്കാർക്ക് അതാത് സമയമനുസരിച്ച് ഭക്ഷണം ലഭിക്കും. ട്രെയിൻ വൈകി ഓടിയതിൻ്റെ പേരിൽ ഇന്ത്യൻ റെയിൽവേയെ പഴിക്കാത്ത ട്രെയിൻ യാത്രക്കാർ കുറവായിരിക്കും. പലപ്പോഴും ട്രെയിൻ ലേറ്റായി റെയിൽവേ സ്റ്റേഷനുകളിൽ മണിക്കൂറുകളോളം പോസ്റ്റായവരാണ് നമ്മളിൽ പലരും. ഇതിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ട്രെയിൻ എത്താൻ നിശ്ചിത സമയത്തിനേക്കാൾ 2 അതിലധികമോ മണിക്കൂർ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണം നൽകാനാണ് IRCTCയുടെ തീരുമാനം. ട്രെയിൻ വൈകിയതിന്റെ പേരിൽ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും വിശദീകരിക്കാം. പ്രഭാത ഭക്ഷണത്തിനും വൈകുന്നേരത്തെ ചായയ്ക്കുമൊപ്പം വെണ്ണ, 4 ബ്രെഡ് കഷ്ണങ്ങൾ, 200 മില്ലി ഫ്രൂട്ട് ഡ്രിങ്ക്, ചായ അല്ലെങ്കിൽ കാപ്പി എന്നിവയാണ് നൽകുക. ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും യാത്രക്കാർക്ക് ചോറ്, പരിപ്പ് കറി, പൂരി, മിക്സഡ് പച്ചക്കറി എന്നിവ തിരഞ്ഞെടുക്കാം. നോർത്ത് ഇന്ത്യൻ ഫുഡ് വേണ്ടവർക്ക് രാജ്മ, ചോളം എന്നിവയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇടവേളകളിൽ യാത്രക്കാർക്ക് ചായയോ കാപ്പിയോ കൂടാതെ ബിസ്ക്കറ്റും ലഭിക്കും. ട്രെയിൻ 3 മണിക്കൂറിൽ കൂടുതൽ വൈകിയാലോ വഴി തിരിച്ചു വിട്ടാലോ യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റുകൾ റദ്ദാക്കാനും റീഫണ്ടിന് ക്ലെയിം ചെയ്യാനും സാധിക്കും. റെയിൽവേ കൗണ്ടറുകളിൽ ബുക്ക് ചെയ്തവർ പണം തിരികെ ലഭിക്കുന്നതിന് നേരിട്ട് ഹാജരാകണം. ട്രെയിൻ വൈകിയാൽ അധിക ചാർജ് നൽകാതെ തന്നെ വെയിറ്റിംഗ് റൂം സേവനം ഉപയോഗിക്കാവുന്നതുമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം ട്രെയിനുകളായ രാജധാനി, ശതാബ്ദി, ദുരന്തോ എക്സ്പ്രസ് എന്നിവയിലാണ് ആദ്യഘട്ടത്തിൽ ഈ സേവനം ലഭിക്കുക. ഇത്തരം സേവനം കൂടുതൽ ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.